ചിങ്ങം കഴിയും മുമ്പ് കല്യാണം നടത്താമെന്ന് മാമൻ അങ്ങ് തീരുമാനിച്ചതാ. അല്ല, വല്ല അസൂയുണ്ടോ മക്കളെ? ഇല്ല, ഒക്കെ മാമൻ തീരുമാനിക്കുന്നത് പോലെ അല്ലേ അമൃതേച്ചി? അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് ഞങ്ങൾക്ക് മാമനല്ലേ ഉള്ളൂ. എന്ത് കാര്യമായാലും മാമൻ തീരുമാനിച്ചാ മതി. അതാ ഞങ്ങൾക്ക് അവസാനത്തെ വാക്ക്. എന്നാ ഒരു തീയതി കുറിപ്പിച്ചിട്ടുണ്ട്. ചിങ്ങത്തിന്റെ പോക്കലങ്ങ് നടത്താം ഓണം കഴിയുമ്പോ. എന്താ? മൂന്നാം ഓണത്തിന് ഉത്രാടവും തിരുവോണവും കഴിഞ്ഞ് അവിട്ടത്തിനൊരു മുഹൂർത്തമുണ്ട്. രാഹുകാലം കഴിഞ്ഞ് 10:30ക്കും 11നും ഇടയിലുള്ള ശുഭമുഹൂർത്തം. നല്ല മുഹൂർത്തമാണ്. അവിട്ടം നാളെ തന്നെ ആയിക്കോട്ടെ. 10:30ക്കും 11നും ഇടയ്ക്ക്. വലിയ ആർഭാടമൊന്നും വേണ്ട മാമ. ഭഗവതിയെ പ്രാർത്ഥിച്ചൊരു ചടങ്ങ് അതല്ലേ വേണ്ടു. അതൊന്നും പോരാ. ദേ, കല്യാണം ആർഭാടാക്കണം. എനിക്കൊരൊറ്റ മോളേ ഉള്ളൂ. 4 പേരറിയെ എന്റെ മോളെ കൈപിടിച്ചു കൊടുക്കുന്നതാ. ഓഡിറ്റോറിയം മണ്ഡപമൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളാം. ദേ, നിങ്ങളൊന്നും അറിയണ്ട. പന്തലും കാര്യങ്ങളൊക്കെ മാമൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാശൊക്കെ മാമൻ കൊടുത്തോളാം. അമ്പി കറിയായിരുന്നാ മതി. അത് വേണ്ട മാമ. അത്യാവശ്യം കാശൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എത്ര രൂപയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തോളാം. ഇല്ലെങ്കിൽ പിന്നെ മാമനാണ് കാശ് തരുന്നതെന്ന് അറിഞ്ഞാ മാമിക്ക് വഴക്കുണ്ടാക്കാൻ ആ ഒരൊറ്റ കാരണം മതി. ഓഡിറ്റോറിയം നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ സദ്യയും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം. എന്താമ്മേ? എന്തു വേണമെങ്കിലും ചെയ്യാം. ദിവ്യപ്രഭയുടെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ചുള്ള കാര്യങ്ങള് അവര് ചെയ്യട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാ നോക്കാം. പരസ്പരം എന്തൊക്കെ ചെയ്യും ചെയ്യില്ല എന്നൊരു ധാരണ വേണോന്ന് മാത്രം. എന്നാ പിന്നെ ചടങ്ങിലോട്ട് നീങ്ങാം. ഭഗവാനെ മനസ്സ് വിചാരിച്ച് ഈ കുറിമാനം മോളം കൊണ്ട് വാങ്ങിക്ക്. വിഘ്നേശ്വരൻ തടസ്സങ്ങളൊന്നും വരുത്താതിരിക്കട്ടെ. ഭഗവാനെ എല്ലാം മംഗളാക്കി തരണേ. അണിവിരലിട്ടോളൂ. അപ്പൊ ഇനി താലികെട്ടിന്റെ സമയവും നാളും ഒന്നുകൂടി പറയാം. മലയാള മാസം 1200 ആണ്ട് ചിങ്ങമാസം 31 എന്ന് വെച്ചാ അവിട്ടം നക്ഷത്രത്തില് 10:30ക്കും 11നും ഇടയ്ക്ക് ഐശ്വര്യമുള്ള ദിവസമാ. നന്നായി വരും. ശുഭമുഹൂർത്തമാണ്. ഈശ്വരകൃപയാൽ എല്ലാം മംഗളമായിട്ട് വരും. സമ്മതിച്ചിരിക്കുന്നു. അമൃതയുടെ കല്യാണ ദിവസം തന്നെ ഏട്ടന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിപ്പിച്ചല്ലോ. അത് ദൈവനിശ്ചയം മോളെ. ഒരു വാശിക്ക് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നേരം കുറിപ്പടി കുറിപ്പിക്കാൻ പോയ കണിയാന്റെ വീട്ടിൽ വെച്ച് അമൃതയുടെ അമ്മാവൻ സഹദേവനുമായി യാദൃച്ഛികമായി സംസാരിച്ച് പരിചയപ്പെട്ടതും അമൃതയുടെ കല്യാണ മുഹൂർത്തം അറിഞ്ഞതും ഒരു നിമിത്തമാ. ഭാഗ്യത്തിന് ആ മുഹൂർത്തം തന്നെയാ അഭിയുടെ മുഹൂർത്തമായിട്ട് കണിയാൻ കുറിച്ച് തന്നത്. എന്തായാലും അമ്മയുടെ വാശി ജയിച്ചല്ലോ. ഒരു ദേഷ്യത്തിന് അന്നേരം അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ഞാനത് വിട്ടതാ. പക്ഷേ അതിങ്ങനെയായി.